السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله، ذلكم وصاكم به لعلكم تتقون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: وإن بني إسرائيل تفرقت على 72 ملة، وتفترق أمتي على 73 ملة، كلهم في النار إلا ملة واحدة. قالوا: ومن هي يا رسول الله؟ قال: ما أنا عليه وأصحابي. صدق رسول الله. يا ربي صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا ربي آت المنى بحق سيدنا محمد صاحب الآيات والحكم. يا رب سيدنا خير الورى سندا، حسن مقاصدنا ذا الجود والكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, പ്രിയപ്പെട്ട യുവാക്കൾ, ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഞങ്ങളുടെ സഹോദര സമുദായാംഗങ്ങളിൽപ്പെട്ട സഹോദര സഹോദരിമാർക്ക് ഈ വിശുദ്ധ ഇസ്ലാമിൻ്റെ 1000 ധന്യാഭിവാദ്യങ്ങൾ. ആമുഖങ്ങൾ ദീർഘിപ്പിക്കാതെ വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് മുന്നിലുള്ള. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം സംസാരിച്ച് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ ആദർശ മുഖാമുഖ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭിവന്യരായ ഉസ്താദ്
മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ ഉസ്താദ് അവർകൾ എത്തും. അല്ലാഹു ഉസ്താദിന്, നമ്മുടെ അഭിവന്യരായ കുളത്തൂർ ഉസ്താദ് അടക്കമുള്ള നേതാക്കൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയം നിറഞ്ഞ സഹോദര സഹോദരിമാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അതാണ് യഥാർത്ഥ ഇസ്ലാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കണ്ടും കേട്ടും അനുഭവിച്ചും പഠിച്ച് അവിടുത്തെ ശിഷ്യന്മാർക്ക് കൈമാറി അത് പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യ ഇസ്ലാമാണ് യഥാർത്ഥ ഇസ്ലാം, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നാമൊക്കെ എല്ലാ ദിവസവും 5 വഖത്ത് നമസ്കാരങ്ങളിൽ നിർബന്ധമായും പല തവണകളിൽ ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, അസ്സിറാത്തുൽ മുസ്തഖീം എന്ന ശരിയായ നേരായ വഴിയിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തി തരണം. പക്ഷേ ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീം? ശരിയായ ഇസ്ലാം, ശരിയായ മാർഗം അതേതാണ്? ആ വിഷയം പറയുമ്പോ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 900 പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ. ഓരോരുത്തരും വന്ന് ഖുർആനിന്റെ ആയത്തുകൾ ഓതി ഹദീസുകൾ പാരായണം ചെയ്ത് വിളിച്ചു കൂവുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം എന്നാണ്. എന്നാൽ യഥാർത്ഥ ഇസ്ലാം ഏതാണ്? അസ്സിറാത്തുൽ മുസ്തഖീം ഏതാണ്? ശരിയായ വഴി ഏതാണ് എന്ന് ഖുർആൻ തന്നെ തുടർന്ന് നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, വഴി പിഴക്കാത്ത, നിന്റെ കോപം ഏറ്റെടുക്കാത്ത, നിന്റെ കോപത്തിന് അർഹരാവാത്ത, നീ അനുഗ്രഹിച്ച സജ്ജനങ്ങളുടെ വഴിയാണ് അസ്സിറാത്തുൽ മുസ്തഖീം, ശരിയായ വഴി എന്ന് പറയുന്നത്. നീ അനുഗ്രഹിച്ച ആളുകളുടെ വഴി എന്ന് പറയുമ്പോ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൻ നിസായിലൂടെ നമ്മെ അത് പഠിപ്പിക്കുന്നു. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹു തആല അനുഗ്രഹിച്ച ആളുകളുടെ വഴി എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞ ആ അസ്സിറാത്തുൽ മുസ്തഖീം. പക്ഷേ അല്ലാഹു അനുഗ്രഹിച്ച ആളുകൾ ആരാണ് എന്ന് അവിടെ വിശദീകരിച്ചിട്ടില്ല. അത് സൂറത്തുൻ നിസാഇന്റെ ഈ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ച കൂട്ടർ, മിനൻ നബിയീൻ, അമ്പിയാക്കളാണ്, വസ്സുദ്ദീഖീൻ, സുദ്ദീഖുകളാണ്, വസ്സുഹദാഇ വസ്സാലിഹീൻ, ഇസ്ലാമിക യുദ്ധക്കളങ്ങളിൽ, പോർക്കളങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ച ശുഹദാക്കളും അതുപോലെ സ്വാലിഹീങ്ങള്, ഔലിയാക്കള്, അവരാണ് അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാർ. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, അവിടുത്തെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ നിന്ന് ദീന് പഠിച്ച താബിഉകള്, അവരുടെ ശിഷ്യന്മാരായി വന്ന തബഉ താബിഉകള്, അഇമ്മത്തുകള്, അങ്ങനെ കഴിഞ്ഞു പോയ നമ്മുടെ മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ ഔലിയാക്കളായ മഹാന്മാർ, അവര് നമുക്ക് പരമ്പരാഗതമായി കൈമാറി തന്ന ദീനാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതാണ് പാരമ്പര്യ ഇസ്ലാം. ആ പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന് സ്വഹാബത്തിനെ തള്ളി, താബിഉകളെ തള്ളി, അഇമ്മത്തുകളെ തള്ളി വ്യതിചരിച്ചു പോയ കക്ഷികളാണ് പുത്തനാശയക്കാരായ മുബ്തദിഉകൾ എന്ന് പറയുന്നത്. ഒറ്റവാക്കിൽ നമുക്ക് മനസ്സിലാകാൻ, വഹാബി, മൗദൂദി
തുടങ്ങിയ പുത്തനാശയക്കാരായ ആളുകൾ പാരമ്പര്യ ഇസ്ലാമിൽ നിന്ന്, സ്വഹാബത്ത് പഠിപ്പിച്ച ഇസ്ലാമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ഖുർആൻ ഓതി ഹദീസുകൾ പഠിപ്പിച്ച് സ്വഹാബത്തിന് കൈമാറിക്കൊടുത്ത ദീന്, ആ ദീന് സ്വഹാബത്ത് അവരുടെ ശിഷ്യന്മാർ മുഖേന പരമ്പരകളായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ ദീന്, അതിനെ ഇവിടെ അനുവർത്തിച്ചു പോരുന്ന പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നത്. അതിനെ തള്ളിക്കളഞ്ഞ് പുറംതിരിയുന്ന പ്രസ്ഥാനമാണ് ബിദ്അഈ കക്ഷികൾ, പുത്തനാശയക്കാർ, നവീനവാദികളായ കക്ഷികൾ എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കട്ടെ, മഹാന്മാരാകുന്ന സ്വഹാബത്ത് പഠിപ്പിച്ച ദീൻ എന്താണ്? മഹദിയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, സയ്യിദത്തുനാ ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. ആ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജുബ്ബ, റസൂലുള്ളാഹി തങ്ങൾ ജീവിതകാലത്ത് ധരിച്ചിരുന്ന വസ്ത്രം, ആ വസ്ത്രം എടുത്തു പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഹാദിഹി കാനത്ത് ഇൻദ ആയിഷത റളിയല്ലാഹു അൻഹ ഹത്താ ഖുബിലത്ത്. ഈ ജുബ്ബയുണ്ടായിരുന്നത് ആയിഷ ബീവിയാകുന്ന എന്റെ സഹോദരിയുടെ അടുക്കലായിരുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയുടെ അടുക്കലായിരുന്നു. അവര് വഫാത്തായപ്പോ ഞാൻ ആ ജുബ്ബ എടുത്തു. ഞങ്ങൾ ആ വകാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുഹാ, തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രമാണിത്. ഫനഹ്നു നഗ്സിലുഹാ ലിമർലാ യുസ്തശ്ഫാ ബിഹി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിന്റെ 4-ാം വാള്യം 43-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരാൾക്കും തർക്കമില്ലാത്ത, ആർക്കും തർക്കിക്കേണ്ടതില്ലാത്ത ഹദീസാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈവശമുണ്ടായിരുന്ന ആ റസൂലുള്ളാഹി തങ്ങളുടെ വസ്ത്രം, അത് ഞങ്ങൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആയിഷ ബീവി വഫാത്തായപ്പോൾ എനിക്കാണ് അത് കിട്ടിയത്. രോഗശമനത്തിന് വേണ്ടി ഞങ്ങൾ അത് ഉപയോഗിക്കാറുണ്ട്, അത് മുക്കിയ വെള്ളം കുടിക്കാറുണ്ട്, ആ വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ച് ഇമാമുന നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഫീ ഹാദൽ ഹദീസ് ദലീലുൻ അല ഇസ്തിഹ്ബാബി തബറുകി ബിആസാരി സ്വാലിഹീന വസിയാബിഹിം. മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങള്, ഔലിയാക്കള്, അംബിയാക്കള്, മഹത്തുക്കള്, അവരുടെ ആസാറുകൾ, അവരുടെ വസ്ത്രങ്ങൾ, അവരുപയോഗിച്ച വസ്തുക്കൾ, അതുകൊണ്ട് ബറക്കത്തെടുക്കുന്നത് പുണ്യകർമ്മമാണെന്ന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം കേരളത്തിലെ വഹാബികളും മൗദൂദികളും അവര് നിരന്തരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? മഹാന്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്കുള്ള ബറക്കത്തിനെ നിഷേധിച്ച്, അത്തരം വസ്തുക്കളുടെ മഹത്വങ്ങളെ നിഷേധിച്ച്, അതിനെ പരിഹസിക്കുകയും അതിനെ ഇല്ലാതെയാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന കക്ഷികളാണ് ഇവിടെ ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആളുകളാണെന്ന് അവകാശപ്പെട്ടു വരുന്ന ഈ കക്ഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഖുർആനുമായി ബന്ധമില്ല, ഹദീസുമായി ബന്ധമില്ല, വിശുദ്ധമായ ദീനുമായി ഒരു ബന്ധവുമില്ല എന്ന് നാം ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കണം. രണ്ടാമത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം എന്താണ്? ഇന്ന് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഇന്നത്തെ ഉച്ചയ്ക്ക് ളുഹറിന്റെ സമയത്ത് വെള്ളിയാഴ്ചയിൽ പ്രത്യേകം നാം നിസ്കരിക്കുന്ന നിസ്കാരമാണ് ജുമുഅ നമസ്കാരം എന്ന് പറയുന്നത്. ആ ജുമുഅ നമസ്കാരം വെള്ളിയാഴ്ചയിൽ ഇന്ന് നാം ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും നിസ്കരിച്ച ജുമുഅ നമസ്കാരം, ആ നിസ്കാരം അറബിയിൽ ഖുത്ബയോതി അറബിയിൽ നിസ്കരിക്കുന്ന ജുമുഅക്കാണ് നാം പങ്കെടുത്തിട്ടുള്ളതെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ അതാണ്, സ്വഹാബത്ത് പഠിപ്പിച്ച ദീൻ അതാണ്. കേരളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ ഇസ്ലാം വന്നെത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ ആ കാലം മുതൽക്കു തന്നെ ഇവിടെ സ്വഹാബത്തും താബിഉകളും തബഉ താബിഉകളും ഒക്കെ ഇസ്ലാമിന്റെ ആശയങ്ങൾ പഠിപ്പിക്കാൻ വന്നിട്ട് അവർക്ക് ജനങ്ങളെ കിട്ടി. ആ ജനങ്ങൾക്ക് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഏറ്റവും സൗകര്യം
സൗകര്യപ്രദമായ ഒരു സമയം കിട്ടിയിട്ട് അപ്പോൾ പോലും അവര് വെള്ളിയാഴ്ചയിലെ ഖുതുബ നിർവഹിച്ചത് അറബി ഭാഷയിലായിരുന്നു. ഇത് ഞാൻ എന്റെ വക പറയുകയല്ല, KM മൗലവി തന്നെ എഴുതി വെക്കുന്നത് കണ്ടോ നിങ്ങൾ. ഇവിടെ ഒരു പ്രത്യേകമായ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അനറബി നാടുകളിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ താബിയുകളും തബഉ താബിയുകളും പോയിട്ടുണ്ട്. അനറബി നാടുകളിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോയ അവര് വെള്ളിയാഴ്ചയിലെ ഖുതുബ നിർവഹിക്കുമ്പോ ആ നാട്ടുകാരുടെ ഭാഷയിൽ ഖുതുബ നിർവഹിച്ച ചരിത്രം ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പഠിച്ചിട്ടില്ല എന്ന് KM മൗലവി തന്നെ എഴുതി വെക്കുകയാണ്. അയാൾ തുടർന്ന് പറയുകയാണ്, ബൽ നഅലമു അന്നൻ നബിയ സ്വല്ലല്ലാഹു തവാബികളുമൊക്കെ ആ നാട്ടുകാരുടെ ഭാഷയിൽ ഓതുന്നതിനു പകരം അറബിയിൽ ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ഭാഷയിലാണ് സ്വഹാബത്ത് ഖുതുബ നിർവഹിച്ചത് എന്ന്, അറബിയല്ലാത്ത നാടുകളിൽ പോലും ഖുതുബ നിർവഹിച്ചതെന്ന് ഞങ്ങൾ എഴുതി വെക്കുന്നതല്ല. KM മൗലവി വഹാബി പ്രസ്ഥാനത്തിന്റെ ആചാര്യനായ, അവരുടെ തലതൊട്ടപ്പൻ നേതാവായ, കേരളത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ വിത്തുവാകിയ KM മൗലവി തന്നെ രേഖപ്പെടുത്തി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാരമ്പര്യ ഇസ്ലാം അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് മാത്രമാണ് സ്വഹാബത്തിന്റെ പിന്തുണയുള്ളത്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്തുണയുള്ളത്, താബിഉകളുടെയും തബഉ താബിഉകളുടെയും അഇമ്മത്തിന്റെയും പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ പാരമ്പര്യ ഇസ്ലാം അത് വിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഒന്ന് മാത്രമാണ്. ഞാൻ ചുരുക്കട്ടെ, നിങ്ങൾ നോക്ക്, മഹാന്മാരാകുന്ന നമ്മുടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ അവര് പഠിപ്പിച്ചു തന്ന വിശുദ്ധമായ ഇസ്ലാം അതിനെ വെട്ടിമുറിച്ച്, അതിനെ നിഷേധിച്ച്, ആ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്ത്, സ്വഹാബത്തിനെ ചോദ്യം ചെയ്ത് എത്തിയിരുന്നത് ഇവരെവിടെയാണ്? സ്ത്രീകൾ പള്ളിയിലേക്ക് പോകൽ നിർബന്ധമാണെന്നൊരു സമയത്ത് പറഞ്ഞു, പിന്നെ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞു, പിന്നെ അത് അനുവദനീയമാണെന്ന് പറഞ്ഞു. ഇപ്പോഴും പലതും പറഞ്ഞ് വിഭാഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പിന്തുണ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് പറയാനുണ്ടോ? ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഖ്തിലാഫ് പെടുത്തുന്നത്, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജമാഅത്തി ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ ഫിത്തുൽ മുഅ്മിനീങ്ങളായ ഭാര്യമാരിൽ നിന്ന് ഒരൊറ്റ സ്ത്രീ പോലും ജുമുഅ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു പോയത് നമ്മൾ അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. വഖദ് കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉം മിൻ അഹ്ലി ബൈതിഹി വബനാതിഹി വഅസ്വാജിഹി വമൗലിയാതിഹി വഖദമി അഹ്ലി ബൈതിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടില് തങ്ങളെ ഭാര്യമാരുണ്ടായിരുന്നു, തങ്ങളെ പെൺമക്കളുണ്ടായിരുന്നു, തങ്ങളെ ഭാര്യമാരുണ്ടായിരുന്നു, തങ്ങളെ പെൺമക്കളുണ്ടായിരുന്നു, തങ്ങളുടെ അടിമ സ്ത്രീകളുണ്ടായിരുന്നു, തങ്ങൾക്ക് സേവനം ചെയ്യാൻ ആ വീട്ടിലുണ്ടായിരുന്ന സഹോദരിമാരുണ്ടായിരുന്നു. പക്ഷേ ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅ, ഒരൊറ്റ പെണ്ണ് പോലും വെള്ളിയാഴ്ചയിലെ ജുമുഅക്ക് പങ്കെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി മദീനത്തെ പള്ളിയിലേക്ക് ചെന്നിട്ടില്ല. വലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ ഔ നഹാരിൻ വലാ ഇലാ മസ്ജിദ് ഖുബാ, മദീനത്തെ പള്ളിയിലോ മസ്ജിദുൽ ഖുബായിലോ ജുമുഅക്കോ ജമാഅത്തിനോ രാത്രിയിലോ പകലിലോ ഒരൊറ്റ പെണ്ണും ഇറങ്ങി പുറപ്പെട്ടു പോയത് റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിലില്ല, തങ്ങളുടെ പെൺമക്കളിലില്ല, തങ്ങളുടെ സേവകരായ സഹോദരിമാരിലില്ല. ഇത് പറയുന്നത് ആരാണ്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ മഹദിയായ ഉമ്മു ഹുമൈദ് സാഇദി റളിയല്ലാഹു അൻഹാ നാം കേട്ടു പരിചയമുള്ളതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നുകൊണ്ട് തങ്ങളെ മദീനത്തെ പള്ളിയിൽ തങ്ങളെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചു. പക്ഷേ ആ സമ്മതം ചോദിച്ച ഉമ്മു ഹുമൈദ് സാഇദി റളിയല്ലാഹു അൻഹയോട് നബി സ്വല്ലല്ലാഹു
അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖദ് അലിംതു അന്നകി തുഹിബ്ബീന സ്വലാത മഈ, എന്റെ കൂടെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ വലിയ താൽപര്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ വസ്വലാതുകി ഫീ ബൈതികി ഫീ ബൈതികി ഖൈറും മിൻ സ്വലാതികി ഫീ ഹുജ്റതികി വസ്വലാതുകി ഫീ ഹുജ്റതികി ഖൈറും മിൻ സ്വലാതികി ഫീ ദാരികി. അല്ലാഹുവിന്റെ റസൂല് ഓരോ സ്ഥലങ്ങളും എണ്ണി 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 പറഞ്ഞിട്ട്, ഓ ഉമ്മു ഹുമൈദിൻ സാഇദി, ഈ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ശഅബാൻ കഴിഞ്ഞു വരാനിരിക്കുന്നത് റമദാനാണ്. ആ റമദാനിൽ നാമൊക്കെ വിശ്വാസികളൊക്കെ വലിയ താൽപര്യത്തോടെ നിർവഹിക്കുന്ന നിസ്കാരമാണ് തറാവീഹ് നമസ്കാരം. ആ നമസ്കാരം അത് ഇല്ലെന്ന് പറഞ്ഞ്, ആ നമസ്കാരം അങ്ങനെ ഒരു നമസ്കാരം തന്നെ ഇല്ലെന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ മറ്റൊരിക്കല് അതും തറാവീഹും വിത്റും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ്, അങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 8ആണെന്നും 11ആണെന്നും ഒന്നുമില്ലെന്നൊക്കെ പറഞ്ഞ വഹാബി പ്രസ്ഥാനം, അതേസമയം കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതല്ല ലോകത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅ, അതിന്റെ ആശയം എന്താണ്? സ്വഹാബത്ത് പഠിപ്പിച്ച ആശയമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബില് രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനായ സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാൻ, കാനൂ യഖൂമൂന അലാ അഹ്ദി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമദാന ബി20 റക്അ. സ്വഹാബത്തിന്റെ കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം, സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഉണ്ടായിരുന്ന തറാവീഹ് നമസ്കാരം പുനർസംഘടിപ്പിക്കുകയും വലിയ ഒരു ജമാഅത്തായി ഒറ്റ ഇമാമിന്റെ നേതൃത്വത്തിൽ മദീനത്തെ പള്ളിയിൽ പുനർസംഘടിപ്പിച്ചപ്പോ ആ തറാവീഹ് നമസ്കാരം എത്രയാണ്? മഹാനായ സായിബ് ഇബ്നു യസീദ് തങ്ങൾ പറയാണ്, സ്വഹാബത്ത് നിസ്കരിച്ചിരുന്ന ആ നിസ്കാരം, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് അവർ ഒന്നടങ്കം നിസ്കരിച്ചിരുന്ന നിസ്കാരം 20 റക്അ, അത് 20 റക്അത്ത് നമസ്കാരമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ നാം എടുത്ത് പരിശോധിച്ചാല് സ്വഹാബത്ത് പഠിപ്പിച്ച ദീനിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിഷയങ്ങളും സ്വഹാബത്ത് പഠിപ്പിച്ച ദീനിലുള്ളതാണ്. നാമൊക്കെ സുബ്ഹിക്ക് നമസ്കാരത്തിന് 2ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിൽ ഖുനൂത്ത് നിർവഹിക്കും. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. ആ ഖുനൂത്ത്, അതിനെക്കുറിച്ച് കേരളത്തിലെ വഹാബികളുടെ നിലപാട് എന്താണ്? അത് ബിദ്അത്താണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പുത്തൻ ആചാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തതാണ്. ഇതാണ് കേരളത്തിലെ വഹാബികൾ പറയുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന്റെ 10 കൊല്ലത്തെ സന്തത സഹചാരിയായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖനത ശഹ്റൻ യദ്ഉ അലൈഹിം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, സുബ്ഹിക്കുള്ള ഖുനൂത്ത് മുത്തുനബി തങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. മരിക്കുന്നത് വരെ ആ ഖുനൂത്ത് തങ്ങൾ ഓതിയിട്ടുണ്ട്, നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുനൂത്തിന്റെ വിഷയത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാടാണ് സ്വഹാബത്ത്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ നിലപാടാണ് സ്വഹാബത്ത് പഠിപ്പിച്ച നിലപാട്. ഇനി നിങ്ങൾ ഇപ്പോൾ സാധാരണ 2 ബാങ്ക് വെള്ളിയാഴ്ചയിൽ വിളിക്കപ്പെടാറുണ്ട്. ഒന്ന് ജുമുഅയുടെ സമയമാകുമ്പോ എല്ലാ ദിവസവും ദുഹറിന്റെ സമയത്ത് ബാങ്ക് വിളിക്കുന്നത് പോലെ ഒരു ബാങ്ക്, മൈക്ക് വിളിക്കുന്ന ഒരു ബാങ്കുണ്ട്. 2ാമത് ഖതീബ് മിമ്പറിൽ കയറിയതിന്റെ ശേഷം ആ സമയത്ത് വിളിക്കുന്ന ഒരു ബാങ്കുണ്ട്. ഇങ്ങനെ 2 ബാങ്കുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിൽ നിലനിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖതീബ് മിമ്പറിൽ കയറിയിരുന്നതിന്റെ ശേഷമുള്ള ഒരു ബാങ്കേ ഉള്ളൂ. ഉമർ ഇബ്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ് പള്ളിയിൽ അതാ ആളുകൾക്ക് വിവരമറിയിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ വർദ്ധിച്ചപ്പോ, അങ്ങനെ ഒരു ആവശ്യഘട്ടം വന്നപ്പോ, സമയമായപ്പോൾ കൊടുക്കുന്ന ആ ബാങ്ക് സ്ഥാപിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ പ്രമുഖനായ, ഖലീഫമാരിൽ പ്രമുഖനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു
അൻഹു അങ്ങനെ ഒരു ബാങ്ക് നിർവഹിക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ ഒരു ബാങ്ക് നടപ്പിൽ വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തി വെക്കുകയും ഫസബത്തൽ അംറു അലാ ദാലിക ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞു നിർദ്ദേശിച്ച ആ ബാങ്ക് സ്വഹാബത്ത് ആരും എതിർത്തില്ലെന്ന് മാത്രമല്ല ആ ബാങ്ക് ഉസ്മാൻ തങ്ങളെ കാലത്ത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കാലത്ത് പിൽക്കാലങ്ങളിലെല്ലാം ആ ബാങ്ക് നിലനിന്ന് അത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ബാങ്കിനെ ചോദ്യം ചെയ്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാകുന്ന സ്വഹാബി വര്യൻ ആവശ്യഘട്ടത്തിൽ പുതുതായി ഉണ്ടാക്കിയ ആ ബാങ്ക് അതിനെ ചോദ്യം ചെയ്ത് സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞ് സ്വഹാബത്തിനെ ഞങ്ങൾ സ്വീകരിക്കുകയില്ലെന്ന് പറഞ്ഞ് കേരളത്തിലെ മുസ്ലിയാക്കൾ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞ് സ്വഹാബത്തിനെ വലിച്ചെറിഞ്ഞ കക്ഷികളാണ് കേരളത്തിലെ വഹാബികളും മൗദൂദികളും അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതാണ് യഥാർത്ഥ ഇസ്ലാം. അത് പാരമ്പര്യ ഇസ്ലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ദീന് പഠിച്ച് ആ ദീന് പിൽക്കാലക്കാരായ ശിഷ്യന്മാർക്ക് കൈമാറിക്കൊടുത്ത സ്വഹാബത്ത്, ആ ശിഷ്യന്മാർ അവരെ ശിഷ്യന്മാർക്ക് കൈമാറിക്കൊടുത്ത സ്വഹാബത്ത്, അത് പരമ്പരയായി നമ്മിലേക്ക് ഇമ്മത്തിലൂടെ പണ്ഡിതന്മാരിലൂടെ സ്വാലിഹീങ്ങളിലൂടെ ഔലിയാക്കളിലൂടെ കൈമാറി കിട്ടിയ ദീന്, ആ ദീനിൽ ഖുതുബയുടെ ഭാഷ അറബിയിലാണ്. ആ ദീനിൽ മഹാന്മാരുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്കും വസ്ത്രങ്ങൾക്കുമൊക്കെ വലിയ ബറക്കത്തുണ്ട് എന്നതാണ്. ആ ദീനിൽ ഞാൻ നേരത്തെ ഇവിടെ എണ്ണി പറഞ്ഞ മുഴുവൻ വിഷയങ്ങൾക്കും വലിയ പ്രാധാന്യവും വലിയ മഹത്വവും ഉണ്ട് എന്ന് പഠിപ്പിച്ച ദീനാണ്. ഇനി നിങ്ങൾ നോക്കേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണയായി വഹാബികളും മൗദൂദികളും ഒക്കെ പരിഹസിക്കാറുള്ള വലിയ ഒരു വിഷയമാണ് ഉറുക്കും മന്ത്രവും അതുപോലെ തന്നെ ഏലസുമൊക്കെ കെട്ടുന്നതിനെ കുറിച്ച്. മഹാന്മാരാകുന്ന സ്വഹാബത്ത് ആ വിഷയത്തിൽ എടുത്ത നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നിലപാട് എന്താണ്? ബഹുമാനപ്പെട്ട അംർ ബിൻ ശുഐബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അവിടുത്തെ വെല്ലിപ്പ പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുഅല്ലിമുഹും മിനൽ ഫസഇ കലിമാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ചില മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഏതാണ് ആ മന്ത്രങ്ങൾ? അഊദു ബികലിമാത്തില്ലാഹി തമ്മ മിൻ ഗളബിഹി വശർരി ഇബാദി വമിൻ ഹമസാത്തിശ് ശയാത്വീൻ വഅൻ യഹ്ദുറൂൻ. ഈ മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത മന്ത്രമാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവര് പറയുന്നു, വകാന അബ്ദുല്ലാഹി ബിൻ ഉമറ യുഅല്ലിമുഹുന്ന മൻ അഖല മിൻ ബനീഹി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കളിൽ നിന്ന് മുതിർന്ന കുട്ടികൾക്ക് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഈ മന്ത്രം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. വമല്ലം യഅഖിൽ കതബഹു ഫഅലഖഹു അലൈഹി. മുതിർന്ന മക്കളല്ലാത്ത ചെറിയ കുട്ടികൾക്ക് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കടലാസിൽ അതല്ലെങ്കിൽ അത്തരം വസ്തുക്കളിൽ എഴുതിയിട്ട് അത് അവരുടെ ശരീരത്തിൽ കെട്ടിക്കൊടുക്കാറുണ്ട് എന്ന് മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇനിയോ നാം സാധാരണ നമ്മുടെ നാട്ടിൽ ഗർഭിണികളായ സഹോദരിമാർക്ക് പിഞ്ഞാണം എഴുതി കൊടുക്കാറുണ്ട്. ആ പിഞ്ഞാണം എഴുതി ആയത്തുകളോ ദിക്റുകളോ എഴുതി അത് മായിച്ചു കുടിക്കാറുണ്ട്. കേരളത്തിലെ വഹാബികൾ അതിനെ പരിഹസിക്കാറുണ്ട്. ഈ ചികിത്സാ രീതിയെ കളിയാക്കാറുണ്ട്. ഇവിടെ ഇനി ഹോസ്പിറ്റൽ ആവശ്യമില്ല, അതൊക്കെ അടച്ചുപൂട്ടേണ്ടതാണെന്ന് പറയാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ വഹാബി പ്രസ്ഥാനം അവരുടെ വലിയ നേതാവായി പരിചയപ്പെടുത്തുന്ന ശൈഖുൽ ഇസ്ലാം എന്ന് പേരിട്ട് വിളിക്കുന്ന വ്യക്തിയാണ് ഇബ്നു തൈമിയ.
തൈമിയ. ആ ഇബ്നു തൈമിയ ഒരു കാര്യം പറഞ്ഞാൽ അത് ഖുർആനിന് തുല്യമാണെന്ന് എഴുതി വെച്ച ആ ഇബ്നു തൈമിയയുടെ ഒരു വാക്ക് വിശലിപ്തമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ വിശലിപ്തമാണെന്ന് പറഞ്ഞതിന് തുല്യമാണ് എന്ന് എഴുതി വെച്ച വ്യക്തികളാണ് കേരളത്തിലെ വഹാബികൾ. ആ വഹാബികളുടെ നേതാവായ അവരുടെ ആശയ സ്രോതസ്സായ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തി വെക്കുന്നത് എന്താണ്? ഇത്തരം വിപത്തുകൾ പറ്റുന്ന ആളുകൾക്ക്, അവര് അതുപോലെ പ്രസവ വേദന അനുഭവിക്കുന്ന സഹോദരിമാർക്ക്, ഗർഭിണികളായ സഹോദരിമാർക്ക് ബിസ്മില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾ പാത്രത്തിൽ എഴുതിയിട്ട് അവർക്ക് കുടിക്കാൻ, അത് മായിച്ചു കുടിക്കാൻ നൽകണം, അതുകൊണ്ട് ഉപകാരം കിട്ടുമെന്ന് എഴുതുന്നത് സഹോദരങ്ങളെ ആരാണ്? ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവായി പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയയാണ്. സ്റ്റേജ് കിട്ടുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറുന്നവർ, സ്റ്റേജ് കിട്ടുമ്പോൾ സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾക്കെതിരെ കുതിര കയറുന്നവർ, അവരവരുടെ നേതാക്കൾ എഴുതി വെച്ച പുസ്തകങ്ങൾ പോലും ഒന്ന് വായിച്ചു നോക്കാതെ സ്റ്റേജിൽ കയറിയിട്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ പാരമ്പര്യ ഇസ്ലാമിനെ ചോദ്യം ചെയ്ത് ഇത്തരം ചതികളിൽ പോയി അകപ്പെടുന്ന കക്ഷികൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഭാഗത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, കേരളത്തിലെ വഹാബികൾ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്നത് ഇപ്പൊ എവിടെയാണ് കെട്ടേണ്ടത് എന്ന് അവർക്ക് തന്നെ തീരുമാനമില്ലാത്ത അവസ്ഥയിലാണ്. ഒരു 10 വഹാബി ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയാൽ ഒരുത്തൻ നെഞ്ചിൽ കെട്ടും, മറ്റൊരുത്തൻ കഴുത്തിൽ കെട്ടും, വേറെയൊരുത്തൻ പൊക്കിളിൽ കെട്ടും, വേറെയൊരുത്തൻ നെഞ്ചിന്റെ താഴെ പള്ളയിൽ കെട്ടും. ഇങ്ങനെ എവിടെയാണ് കൈകേട്ടേണ്ടത് എന്ന് പോലും പഴയ കാലങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാരും നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ പഠിപ്പിച്ചതിനെ ചോദ്യം ചെയ്ത് പാവപ്പെട്ട വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ കക്ഷികൾ എവിടെയാണ് കൈകെട്ടേണ്ടതെന്നറിയാതെ നെട്ടോട്ടമോടുകയാണ്. എന്നാൽ നിങ്ങൾ നോക്ക്, ഫഖൗലുൽ വദ്ഇ അല സ്വദിരി ഖൗലുൻ ഖാരിജുൻ അൻ മദാഹിബിൽ മുസ്ലിമീന വഖാരിഖുൻ ലിഇജ്മാഇഹിൽ മുറക്കബ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, നെഞ്ചിന്റെ മേലെ കൈകെട്ടണമെന്ന് പറയുന്ന ഈ വാദം അത് ലോക മുസ്ലിമീങ്ങളുടെ ഇജ്മാഇന് എതിരാണ്, മുസ്ലിം പാരമ്പര്യത്തിനെതിരാണ്, മുസ്ലിമീങ്ങൾ അനുവർത്തിച്ചു പോരുന്ന 4 മദ്ഹബുകൾക്കെതിരാണ്, വിരുദ്ധമാണ് ഈ പറയുന്ന ആശയം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികള് സ്വഹാബത്തിൽ നിന്ന്, താബിഈൽ നിന്ന്, തബഉ താബിഉകളിൽ നിന്ന് പരമ്പരയായി കൈമാറി പോന്ന വിശുദ്ധ ഇസ്ലാമിനെ തള്ളിക്കളഞ്ഞ് അവരവർക്ക് വേണ്ട ആശയങ്ങൾ എടുത്തപ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? പാരമ്പര്യ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അസ്റാത്തുൽ മുസ്തഖീമിന്റെ ശരിയായ ദീനിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. മരണപ്പെട്ട വീട്ടില് കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ കാലങ്ങളിൽ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മുൻഗാമികൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, സൂറത്ത് യാസീൻ പാരായണം ചെയ്യും, അതുപോലെ തന്നെ തഹ്ലീലുകൾ ചൊല്ലും, ആ മരണപ്പെട്ട വ്യക്തിക്ക് ഗുണം കിട്ടുന്ന അമലുകൾ ചെയ്യും, അവരുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാ. ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെച്ച ഹദീസ്. മരണപ്പെട്ടവരുടെ പേരിൽ നിങ്ങൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യണം. ഇമാം ശഅബി തങ്ങൾ പറഞ്ഞു, കാനത്തിൽ അൻസാറു യഖറഊന ഇൻദൽ മയ്യിത്തി സൂറത്തുൽ ബഖറ. മയ്യത്തിന്റെ സമീപത്ത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന പതിവ് അൻസ്വാറുകളായ സ്വഹാബത്ത്
സ്വഹാബത്തിനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ആ അബൂ സലമയുടെ സമീപത്ത് വന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന വഫാത്തായ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് വന്ന് മയ്യത്തിന്റെ സമീപത്ത് വന്ന് ദുആ ചെയ്ത് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതണമെന്ന് പഠിപ്പിച്ച മുത്തുനബി തങ്ങള്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി കാണിച്ചു തന്ന സ്വഹാബത്ത്. നിങ്ങൾ നോക്ക്, മഹാനായ ശഅബി തങ്ങൾ പറയുന്നു, കാനത്തിൽ അൻസാറു ഇദാ മാത ലഹുൽ മയ്യിതു ഇഖ്തലഫു ഇലാ ഖബരിഹി യഖറഊന ഇൻദഹുൽ ഖുർആൻ. മഹാന്മാരാകുന്ന അൻസ്വാരികളായ സ്വഹാബത്ത് അവരെ വീട്ടിൽ കുടുംബത്തിൽ ഒരു മരണമുണ്ടാകുമ്പോ ആ മരിച്ച വ്യക്തിയെ ഖബറടക്കം ചെയ്താൽ, മറവ് ചെയ്താൽ ആ ഖബറിന്റെ സമീപത്ത് പോയിട്ട് ഊഴം നിശ്ചയിച്ച് സമയം നിശ്ചയിച്ച് ഖുർആൻ ഓതി ഖത്മ് ചെയ്യുന്ന പതിവ് മഹാന്മാരാകുന്ന സ്വഹാബത്തിനുണ്ടായിരുന്നു എന്ന് ശഅബി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത് പഠിപ്പിച്ച സ്വഹാബത്ത് പഠിപ്പിച്ച ഇത്തരം കർമ്മങ്ങളെ മുഴുവനും ചോദ്യം ചെയ്ത് അതിനേക്കാൾ മരിച്ച വീട്ടിൽ നല്ലത് പത്രം വായിക്കലാണെന്ന് വരെ പ്രസംഗിച്ചു നടന്ന ഒരു കൂട്ടം കക്ഷികള്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയെ മറവ് ചെയ്താൽ ആ വ്യക്തിയുടെ ഖബറിന്റെ സമീപത്ത് നമ്മുടെ പള്ളിയിലെ ഉസ്താദോ മുഅദ്ദിനോ ഇരുന്ന് തൽഖീൻ ചൊല്ലിക്കൊടുക്കും. വഹാബികൾ എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞത്? ഉത്തരം ചോർത്തി കൊടുക്കുകയാണ് എന്നാണ്. കളിയാക്കി പരിഹസിച്ചു. പക്ഷേ അവരറിയുന്നുണ്ടോ, അവരുടെ നേതാവായ ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ ഫതാവ ഇബ്നു തൈമിയയിൽ ഇത് സംബന്ധമായ വിഷയം ചോദ്യം വന്നപ്പോ ആ മനുഷ്യൻ പറയുന്നത് എന്താണ്? വഖദ് സബത അന്നൽ മഖ്ബൂറ യുസ്അലു വയുംതഹനു. ഖബറടക്കം ചെയ്യപ്പെട്ടയാൾക്ക് ഖബറിൽ ചോദ്യമുണ്ടെന്നും അവിടെ വലിയ ഫിത്നയും പ്രയാസവും ഉണ്ടെന്നും സ്ഥിരപ്പെട്ടതാണ്. വഅന്നഹു യുഅമറു ബിദ്ദുആഇ ലഹു, ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും പഠിപ്പിക്കപ്പെട്ടതാണ്. ഫലിഹാദാ ദിക്റുകൾ ചൊല്ലി ധാരാളം നന്മകൾ ചെയ്ത് ആ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങളിൽ, അയൽവാസികളിൽ, ബന്ധപ്പെട്ടവരിലൊക്കെയുള്ള ആളുകൾ അവിടെ ആ വ്യക്തികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്വഭാവം നമ്മുടെ നാടുകളിലെല്ലാം പഴയ കാലം മുതലേ ഉണ്ട്. എന്നാൽ അതിനെ ചോദ്യം ചെയ്യുകയാണ്. മരിച്ച വീട്ടുകാരെ പ്രയാസപ്പെടുത്തുകയാണെന്ന് പറഞ്ഞ് ആ വീട്ടുകാരുടെ വിഷമം, ആ പ്രയാസവും വിഷമവും ഒക്കെ ഇവിടെ ഇത്തരം കക്ഷികള് സുബ്ഹാനല്ലാഹ് ആ സ്വതക്ക കൊണ്ട് മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് കൊണ്ട്, സ്വതക്ക നൽകുന്നത് കൊണ്ട് ആ മയ്യത്തിന് ഉപകാരം കിട്ടും എന്നാണ്. അയാള് വീണ്ടും തുടർന്ന് പറയാണ്, വഖദ് വറദത് ബിദാലിക അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹാദീസു സ്വഹീഹ. മരിച്ച വ്യക്തിയുടെ പേരിൽ ഇങ്ങനെ സ്വതക്ക ചെയ്താൽ, ഭക്ഷണം കൊടുത്താൽ, ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ട് ഗുണം കിട്ടുമെന്ന വിഷയത്തിൽ സ്വഹീഹായ ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ പോലും പഠിപ്പിക്കുകയാണ്. സ്വന്തം നേതാക്കളുടെ പുസ്തകങ്ങൾ അവരെഴുതി വെച്ചത് പോലും വായിക്കാതെയാണ് ഈ ഉപ്പളയുടെ മണ്ണിൽ വന്ന് പ്രസംഗിച്ച കക്ഷികൾ ഇവിടെ വന്നുകൊണ്ട് വാദോരാതെ പ്രസംഗിക്കുന്നത്. തഹ്ലീൽ ചൊല്ലി മരിച്ചവർക്ക് വേണ്ടി സാധാരണയിൽ 70,000 ദിക്റു ചൊല്ലാറുണ്ട് നമ്മുടെ നാടുകളിൽ. വിശ്വാസികൾ ഒരുമിച്ച് കൂടി ദിക്റുകൾ ചൊല്ലും. അതിനെക്കുറിച്ച് ഇബ്നു തൈമിയയോട് ചോദ്യം ചോദിക്കപ്പെട്ടു. വസുഇല അമ്മൻ ഹല്ലല 70,000 മറ വഅഹ്ദാഹു ലിൽ മയ്യിതി യകൂനു ബറാഅതൻ ലിൽ മയ്യിതി മിനൻ നാർ ഹദീസുൻ സ്വഹീഹുൻ അം ലാ. ഓ ഇബ്നു തൈമിയയോട് ചോദ്യം, മരിച്ചവർക്ക് വേണ്ടി 70,000 ദിക്റു ചൊല്ലിയിട്ട് അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ, ആ ദിക്റിന്റെ പ്രതിഫലം അവർക്ക് എത്താൻ വേണ്ടി ദുആ ചെയ്താൽ അതിന്റെ ഗുണം അവർക്ക് കിട്ടും, നരകത്തിൽ നിന്ന് മോചനമുണ്ടാകുമെന്ന് ഇങ്ങനെ ഒരു ഹദീസ് സ്വഹീഹാണോ അതല്ലയോ എന്ന് ചോദിച്ചപ്പോ വൈദാ അല്ലൽ ഇൻസാനു വഅഹ്ദാഹു ഇലൽ മയ്യിതി യസിലു ഇലൈഹി സവാബുഹു അംലാ. അങ്ങനെ ഒരാൾ ചെയ്താൽ അതിന്റെ ഗുണം, അതിന്റെ ഫലം ആ മയ്യത്തിന് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ മറുപടി പറയുന്നത് ഫഅജാബ ഇദാ അല്ലൽ ഇൻസാനു
هكذا 70,000 أو أقل أو أكثر 70,000 അതിലേറെയോ താഴെയോ ആകട്ടെ മരിച്ചവർക്ക് വേണ്ടി ബന്ധുമിത്രാദികൾ സ്നേഹികൾ ഇഷ്ടജനങ്ങൾ ദിക്റുകൾ തഹ്ലീലുകൾ ചൊല്ലിയിട്ട് വഉഹദിയത് ഇലൈഹി അത് ഹദിയ ചെയ്താൽ നഫഅഹു അല്ലാഹു ബിദാലിക അതിന്റെ ഉപകാരം ആ മയ്യത്തിന് കിട്ടും അതിന്റെ ഗുണം ആ മയ്യത്തിന് കിട്ടും വലൈസ ഹാദാ ഹദീസൻ സ്വഹീഹ ഇത് സ്വഹീഹായ ഹദീസ് അല്ലെങ്കിലും വലാ ദഈഫ ഇത് തള്ളിക്കളയേണ്ട ദഈഫായ ഹദീസ് അല്ല എന്ന് ഇബ്നു തൈമിയ സാക്ഷാൽ ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ ഫതാവയുടെ 24-ാം വാള്യം 180-ാമത്തെ പേജിൽ എഴുതി വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വമയ്യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ സത്യം വ്യക്തമായതിന്റെ ശേഷം സ്വഹാബത്ത് ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് തിരിച്ചറിഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിന് വിരുദ്ധമായി ആരെങ്കിലും ഒരു കാര്യം ചെയ്താൽ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീന പാരമ്പര്യമായി മഹാന്മാരാകുന്ന സ്വഹാബത്തിൽ നിന്ന് താബിഈൽ നിന്ന് തബഉ താബിഉകളിൽ നിന്ന് അഇമ്മത്തു മുജ്തഹിദുകളിൽ നിന്ന് ഈ കാലം വരെ ജീവിച്ചു വഫാത്തായി മൺമറഞ്ഞു പോയ മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ പണ്ഡിതന്മാര് ഒരു സംശയത്തിനും വകുപ്പില്ലാതെ ഇവിടെ പഠിപ്പിച്ചു തന്ന ആ വിശുദ്ധമായ ദീനിന്റെ വഴി വിട്ടിട്ട് ഭാര്യയും സഹോദരിയും പെൺമക്കളെയും കൂട്ടി പള്ളിയിൽ പോവുക, വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതുക, മഹാന്മാരാകുന്ന അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങളുടെ മുബാറക്കായ ആസാറുകളെ നിഷേധിക്കുകയും അതിനെ കൊച്ചാക്കുകയും പരിഹസിക്കുകയും ചെയ്യുക. ഇങ്ങനെ തുടങ്ങി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഇത്തരം ആശയങ്ങളെ മുഅ്മിനീങ്ങളുടെ വഴി വിട്ടുകൊണ്ട് വേറെ ഒരു വഴി സ്വീകരിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നുവദ്ദിഹി മാത്രമല്ല, അവൻ ഏറ്റെടുത്തത് അവനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും, അവനെ നാം ഏൽപ്പിക്കും. പക്ഷേ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ ജഹന്നമാകുന്ന നരകത്തിൽ അവന് പോയി ചാടേണ്ടി വരും, അവനെ നാം പ്രവേശിപ്പിക്കുമെന്ന് ഖുർആൻ സംശയത്തിന് വകുപ്പില്ലാത്ത നിലക്ക് നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. കേരളത്തിലെ വഹാബികൾ ഈ പ്രസ്ഥാനത്തിനെ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ വിശ്വാസികളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കുഫറും ശിർക്കും ആരോപിച്ച് അവരെ മുസ്ലിമീങ്ങളല്ലെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുന്ന വിഷയമാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കളോട്, മുർസലുകളോട്, ഔലിയാക്കളോട്, മഹത്തുക്കളോട് നാം അവർക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അവര് നമ്മെ സഹായിക്കുമെന്ന് വിശ്വസിച്ച് നടത്തുന്ന സഹായ അഭ്യർത്ഥന, ആ ഇസ്തിഗാസ, അതിനെ നിഷേധിക്കുന്ന കക്ഷികളാണ് ഈ കേരളത്തിലെ. അതല്ലെങ്കിൽ ഇത്തരം കക്ഷികൾ വഹാബികളും മൗദൂദികളും ഇൻഷാ അല്ലാഹ് വഴിയെ നമ്മുടെ വിഷയാവതരണങ്ങളിലും അതുപോലെ തന്നെ മുഖാമുഖങ്ങളിലുമൊക്കെ സംശയ നിവാരണ സമയങ്ങളിലുമൊക്കെ ആ വിഷയ സംബന്ധിയായ കാര്യങ്ങൾ ചർച്ചക്കുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തി അവസാനമായ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിദ്ധരിച്ച് സുന്നത്തി ജമാഅത്തിനെ തെറ്റിദ്ധരിച്ച് ഇത്തരം കക്ഷികളുടെ ഏതെങ്കിലും പ്രസംഗങ്ങളോ ക്ലാസുകളോ അതല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളോ അതിൽ പെട്ടുപോയിട്ട് സുന്നത്തി ജമാഅത്തിനെ തെറ്റിദ്ധരിച്ചു മാറി നിൽക്കുന്ന ഏതെങ്കിലും കക്ഷികൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാര ശേഷം അഭിവന്ദരായ കൊളത്തൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, തൃക്കരിപ്പൂർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, സമുന്നതരായ നമ്മുടെ ഉലമാക്കളുടെ നേതൃത്വത്തിൽ സംശയ നിവാരണത്തിന് ഇവിടെ അവസരമുണ്ട്, തുറന്ന വേദിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരു നിയന്ത്രണവുമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദിക്കാനുള്ള വഹാബികളും മൗദൂദികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഇത്തരം വിഷയങ്ങൾ ഇഷ്ടം പോലെ ചോദിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. അത് ഉപയോഗപ്പെടുത്തി സംശയങ്ങൾ തീർത്ത് സുന്നത്തി ജമാഅത്തിനെ അടുത്തറിയാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മെ മരണം വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വഴിയിൽ അടിയുറപ്പിച്ച് നിർത്തി തരട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും.